സാർ അവരോട് ഡ്രോപ്പ് ചെയ്യാൻ പറയുമെന്ന്. സാറേ നമുക്ക് ഗ്യാങ്സിനോട് നമ്മുടെ ഗ്യാങ്സിനോട് ഇല്ല കുഴപ്പമില്ല. സംഭവം കുറച്ച് സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം അതൊരു ചന്ദ്രനുമായിട്ട് സംസാരിക്കാന്നായിരുന്നേ. പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത്രയും ഡിലേ ആക്കി കൊണ്ടുപോയി കഴിഞ്ഞത് ചെറിയൊരു പണിയാണോ എന്നൊരു ഫീൽ ചെയ്യും. എന്തായിരുന്നു സംഭവം? സൂര്യബോസി വണ്ടിക്കകത്തുണ്ടല്ലേ? അതെ, നമുക്ക് വീടെത്തി നമുക്ക് ഗുണം. കൊള്ളാലോ വണ്ടി. നൈസ് വണ്ടി കിട്ടിയായിരുന്നോ? എന്റെ ഞാനൊരു പെറ്റിനെ പോലെ നോക്കുന്ന എന്റെ വണ്ടിയാണ്. വണ്ടിയുടെ പേര് കൊമ്പൻ. വണ്ടിയിൽ സ്പേസ് ഇല്ല. കൊമ്പൻ? അതെ. നൈസ്. ഇതേ പേരുള്ള വേറെ ആരും ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടാ. കുറെ തവണ വിളിച്ചിരുന്നു, കേട്ടില്ല. എന്തുവാണത് പോയേ? ഫാമിലി ഹൗസിന്റെ അവിടെ അറിയില്ല സാർ, എന്തൊരു സാധനം സൈഡിൽ കൂടെ തുറന്നു. സാർ പിന്നെ ഇത് സാറിനോട് പറയാൻ പറ്റുമെന്ന് അറിയില്ല സാർ, ഇത് ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണേ. ഓ അതിനെന്താ കുഴപ്പമില്ല. അനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ലേ? നല്ല കാര്യമല്ലേ സാർ? അതെ 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 സാർ. ഞങ്ങൾക്ക് ഇതുപോലത്തെ സാധനം കിട്ടിയാൽ കൊള്ളാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു സാറേ. ആണല്ലേ? നിങ്ങൾക്ക് ബുള്ളറ്റ് പ്രൂഫ് അല്ലല്ലോ വണ്ടിയില്ലേ? അല്ല അതിനുള്ള കാശ് മുടക്കാൻ ഗവൺമെന്റിന്റെ കാശില്ലാന്ന്. എന്ത് ചെയ്യും സാർ? ഗവൺമെന്റ് ഞങ്ങളുടെ എംപ്ലോയർ ബ്രോക്കാന്നാ പറയുന്നത്. സൂര്യബോസ് നീ അകത്ത് പോയി എടാ ജൂടെ ഇവനെ കൊണ്ട് അകത്ത് കൊണ്ട് കിച്ചണിൽ എന്തെങ്കിലും ഫുഡ് കൊടുക്കും. ഞാനിതാ വരുന്നു. ലക്ഷ വാടാ. പുള്ളി അല്ല നമുക്കിന്നൊരു ഒരു കേസ് വന്നായിരുന്നു. സഹദേവൻ സാറാണ് അറ്റൻഡ് ചെയ്തത്. അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ എന്റിറ്റി ഞങ്ങൾക്ക് അറിയാലോ, കുറച്ച് ബിസിനസ് ടീമൊക്കെ അല്ല. അപ്പോ അവര് വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടൊരു വ്യക്തി വന്ന് പറഞ്ഞു വന്ന് എന്താണ് ഒരു ഗൺ ഡീലിങ്ങിന് വേണ്ടി ഒരു മിസ്റ്റർ വൈറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി വിളിച്ചു വന്നു. ഓക്കെ, അപ്പൊ ഈ മിസ്റ്റർ വൈറ്റ് എന്ന് പറയുന്ന മിസ്റ്റർ എക്സിൽ ഒരാള് തന്നെയാണ് ആക്ച്വലി. ആ പേരിലാണ് ഈ കോള് വന്നേക്കുന്നത്. അതായത് AR വെപ്പൺ സെയിലുണ്ട് എന്ന രീതിയിലാണ് കോള് വന്നേക്കുന്നത്. നമ്പർ ട്രേസ് ഔട്ട് ചെയ്തപ്പോ സൂര്യയുടെ നമ്പറാണെന്നാണ് അവര് പറഞ്ഞത്. സൂര്യബോസാണ് സൂര്യബോസിന്റെ നമ്പറാണെന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്കിതിന്റെ കേസിന്റെ സീരിയസ്നെസ് അറിയാമല്ലോ. ഗണ്ണാണ്, അതുപോലെ AR വെപ്പൺസ് ആണ്. അതും വിളിച്ച് പറഞ്ഞേക്കുന്നത് മിസ്റ്റർ എക്സിലെ ഒരാളുടെ പേര് യൂസ് ചെയ്തിട്ടാണ് വിളിച്ച് പറഞ്ഞേക്കുന്നത്. അത് വിളിച്ചിരിക്കുന്നത് മിസ്റ്റർ എക്സിനകത്തുള്ള ഒരാള്. അവർക്കറിയില്ല സാർ. ഞങ്ങൾ ആരും ഇത് അന്വേഷിക്കാനൊന്നും ഞങ്ങൾ ആരും അല്ല. എന്നാലും ഞാൻ പറയണം സാർ, ഞങ്ങള് കുറച്ച് നാൾക്ക് മുമ്പ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന എൻറ്റിറ്റി നമ്മൾ ആക്ച്വലി നമ്മുടെ ബിസിനസ് കൊളാബറേഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കാണാൻ പോകാറുണ്ട്. നമുക്കൊരു കാഷ്നട്ട് ഫാക്ടറിയുടെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്കഷനിൽ തൊട്ട് ഞാൻ അന്ന് തൊട്ട് കേജിന്റെ നല്ലൊരു സുഹൃത്താ. അപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ അടുത്ത് മിസ്റ്റർ എക്സ് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താ സിറ്റിയിലെ ഇല്ലീഗലായിട്ട് ആൾക്കാർ ഗണ്ണ് വിൽക്കുന്നതിനെ പറ്റി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ അവരുമായിട്ട് അങ്ങനത്തെ വേറൊരു ഡീലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അത് കാര്യമായിട്ട് എടുത്തില്ല. ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ ഞങ്ങള് വലുതായിട്ട് അതിന് ഇത് കൊടുത്തില്ല സാർ. ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഞങ്ങക്ക് ഇത് കേട്ടപ്പോഴേ കാരണം ഈ കുട്ടികളുടെ കയ്യിൽ ഒന്നാമത് AR വെപ്പൺസ് ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? പക്ഷേ പുള്ളിക്കാരൻ വിളിച്ചേക്കുന്നത് ഇപ്പൊ പുള്ളിക്കാരനാണോ എന്നുള്ളത് വോയിസ് റെക്കഗ്നേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്പർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എനിക്കിത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന മുമ്പായിട്ട് കൊച്ചുകുട്ടിയല്ലേ ആക്ച്വലി. അപ്പോ ഇതിന്റെ പേരിൽ പീഡിയിലോട്ട് വിളിപ്പിക്കുന്നത് മറ്റും ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മളെന്നത് വിളിപ്പിച്ചിട്ടേ ഇല്ല. ആക്ച്വലി ഗാർഡിയനെ മാത്രമാണ് വിളിപ്പിച്ചത്. അപ്പോൾ ഇത് മിക്കവാറും ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മിസ്റ്റർ എക്സ് ഇന്ന് വിളിച്ച് ചോദിക്കും എന്തായി കേസ്. കാരണം ഇത്ര ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മളത് അത്രയും സീരിയസ്നെസ് കൊടുക്കാതെ നിൽക്കുന്നു എന്ന് അവർക്കൊരു ഫീൽ ഉണ്ടാവരുത്. ഞാൻ ആദ്യം കരുതിയത് അവൻ പറഞ്ഞായിരുന്നു പെരിയപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, ഗാർഡിയൻ വന്നിട്ട് സംസാരിച്ചായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കേസിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചോദിച്ചപ്പോഴാണ് വെപ്പൺ റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞത്. അതാണ് പിന്നെ വാസുവിനെ അവിടെ വെച്ച് കാണുകയും ചെയ്തു. ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു പെരിയപ്പ എന്ന് പറഞ്ഞപ്പോഴേ. നോർമലി ഇവന് ഇവിടെ കുറെ പേരുണ്ടല്ലോ
ട്രീസ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഒരു കേസ്. അതാണ് വേറെ ഏതെങ്കിലും നമ്പേഴ്സോ വേറെ ആരുടെങ്കിലും ഇൻവോൾവ്മെന്റിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി ഇപ്പോൾ കറന്റ്. എന്തായാലും ഞാനത് നോക്കിട്ടെ, ഞാൻ വാസുവിനെയും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ ചന്ദ്രനെ കണ്ടിട്ട് കുറെ നാളായി ആക്ച്വലി. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് ശരിക്കും പറഞ്ഞ ചന്ദ്രനെ ഇത് അറിയിക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ സാർ എന്താ കാര്യം എന്നറിയോ? എന്തുപറ്റി? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകോ മോനായിട്ട്? ഇവന് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ ഇവന്റെ അടുത്ത് ഭയങ്കര ഞാൻ ഒരു ചില്ലായിട്ടാണ് നിക്കുന്നത് ഇവന്റെ അടുത്ത്. പക്ഷെ ഈ ചന്ദ്രൻ അലീന എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞാനതങ്ങനെ പുറത്ത് നമ്മളത് പേഴ്സണൽ കാര്യങ്ങൾ പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ചന്ദ്രനൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണ്ണിന്റെ കാര്യത്തിലൊക്കെ പോയി ഈ ചെറുക്കനൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവനെ നന്നായിട്ട് ഉപദ്രവിക്കും. ശരിയായ കാര്യമല്ലല്ലോ സാർ അത്. ഓക്കെ ഫൈൻ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എത്ര നാൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അവനെ? എന്തൊക്കെ എന്തായാലും അവന്റെ അടുത്തോട്ട് തന്നെ പോണം. അവനല്ലേ അങ്ങോട്ട് തന്നെ പിന്നെ പോകേണ്ടി വരും. സൂര്യക്ക് എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അച്ഛനാണല്ലോ എപ്പോഴും. അപ്പൊ ചന്ദ്രനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം, അവൻ ചന്ദ്രന്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്റെ മോനും കൂടെ അല്ലേ സാർ? ഞാൻ അവനെ അങ്ങനെ വിട്ടുകളയോ? ഞാൻ അവനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ ഇതിനകത്തുനിന്ന് ഞാനായിട്ട് തന്നെ ഇത് സാറിന് ഇൻവോൾവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരാം. സാറ് ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ എന്റെ അടുത്ത് പാസ് ചെയ്താൽ മതി. ഷുവർ വാസു, ഞാനത് പാസ് ചെയ്യാം. ഷാസു എന്റെ നമ്പറാണ്, ഞാൻ വാസുവിന് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. സാറിന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ? സാറിന്റെ നമ്പർ ഓൾറെഡി ഉണ്ടോ? വാസു എനിക്കൊരു നമ്പർ അയച്ചേക്കാവോ? എന്റെ ഇല്ല, മിസ്സായിട്ട്. ഇല്ലടാ, സാറിന്റെ നമ്പർ എന്റെ ഇല്ല. നമ്മുടെ ഇടയ്ക്ക് വെച്ച് പലതും സംഭവിച്ചപ്പോ ഫോണിൽ നിന്നൊക്കെ പോയായിരുന്നു. വന്നു. സാറിന്റെ നമ്പർ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഞാനൊന്ന് പറയാം. കാരണം സിറ്റിയിൽ ഒരുപാട് എയർ വെപ്പൺസ് ഇങ്ങനെ സെയിൽ നടക്കുന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. കുറച്ചുപേരെ പിടിച്ചിട്ടുണ്ട്. ഒരാളെ കഴിയുന്ന ഏകദേശം ഒരു 10-15ഓളം അപ്പാർട്ട്മെന്റിനകത്ത് നമ്മൾ സീസ് ചെയ്തായിരുന്നു. പുതിയ എയർ. സാറേ, ഞാൻ ഈ ഗാർഡിയൻസിനെ ഇപ്പൊ തൽക്കാലം വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞേക്കാം. ഇത് അലീനയും അറിയിക്കണ്ട. ഇല്ല. ട്രീസ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ട്രീസ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു എന്നെ. ഞാൻ സംസാരിച്ചേക്കാം. വേറെ എന്തെങ്കിലും കേസാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. കേസ് ഞാൻ പറഞ്ഞിട്ടില്ല ആക്ച്വലി. ട്രീസയും മീരയും എന്നെ വിളിച്ചായിരുന്നു ഇത് അറിഞ്ഞിട്ട്. ഗാർഡിയനെ വിളിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കേസ് എന്താണെന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. കേസ് പറയാൻ പറ്റില്ല. ഗാർഡിയൻ വന്നിട്ട് പറയാന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. സൂര്യബോസിനോട് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കേസ് പറഞ്ഞു ചുമ്മാ വഴക്ക് പറഞ്ഞു വിട്ടോളാം. ഓക്കെ. ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് അതായിരിക്കും ബെറ്റർ. ഓക്കെ സാർ. ഓക്കെ ശരി. താങ്ക് യു സാർ. നീലിനോട് ഉണ്ടെങ്കിൽ വണ്ടി വിളിക്കണം. അവൻ അകത്തിരിപ്പുണ്ട്. നീ എന്തൊക്കെയാ സൂര്യ ചെയ്തു വെക്കുന്നേ? സത്യം എന്താടാ ഇത്? നീ ഒരു കൊച്ചല്ലടാ. നീ ഒരു കൊച്ചു ചെറുക്കനല്ലേ? നീ എന്തിനാ വെറുതെ സ്കൂളിൽ വരുന്ന പിള്ളേരുടെ അടുത്തൊക്കെ വഴക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്? ഈ സ്കൂളിൽ ഒരു നമ്മുടെ ഇവിടുത്തെ ഡിവൈഎസ്പിയുടെ മോൻ അവിടെ പഠിക്കുന്നുണ്ട്. നീ അവനോട്ട് എന്തോ വഴക്കുണ്ടാക്കി, നീ അവൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് സംസാരിച്ചെന്ന്. നീ എപ്പോഴാ സമയമൊക്കെ പറയണോ? ഞാനിനി ഞാൻ കഴിഞ്ഞ ആഴ്ച കർക്കിടകത്തിന്റെ അന്ന് 12:30 നീ സംസാരിച്ചായിരുന്നാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കൂട്ടുകാരനാണ് പോലീസുകാരൻ. നിന്നെ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ. അപ്പായും അമ്മായും ഒരിക്കലും ഒന്നും അറിയാൻ പോണില്ല. പക്ഷെ നീ പറയാൻ പാടില്ല. നീ പറഞ്ഞാ നിന്നെ ജയിലിടും. നീ പറഞ്ഞാ ഞാൻ അവരോട് പറയും, നിന്നെ വന്ന് പിടിച്ചോണ്ട് പോകാൻ പറയും. അതെ, അത് ഞാൻ അറിയിക്കത്തില്ല. ഓക്കെ.
മര്യാദക്കൊക്കെ നടന്നോണം, അല്ലെ മുട്ടുകാലി ഞാൻ ചവിട്ടി അടിക്കും. ആ വാടാ. ഞാൻ വിളിക്കുമ്പോ വരണം കേട്ടോ, ഈ കേസിന്റെ ബാക്കിയുണ്ട്. ആ പിന്നെ ഇത് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം മാറ്റി പോകാനത്. പിന്നെ ഇത്ര വലിയ ഇത്രയും വലിയ കേസല്ലേ, അച്ഛനും അമ്മ അറിയാതെ നോക്കുന്നല്ലേ ഞാൻ. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് സത്യം. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവൻ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നു. വാ വാ വാ. കുറച്ച് വയ്യ പോണേ, കുറച്ച് സ്ലോ ആണ് ഞാൻ. നമ്മൾ 3 പേരേ ഉള്ളല്ലേ റേഡിയോയില്. നമ്മളെ ഉള്ള ബാക്കി എല്ലാരും പോയി. നമ്മളെ ഉള്ളു, നമുക്ക് നമ്മളെ ഉള്ളടാ. ആ നമുക്ക് നമ്മളെ ഉള്ള ഇല്ല, എനിക്ക് റേഡിയോ കയറാൻ പ്രായമായിട്ടില്ല. ഞാനപ്പ ഇറങ്ങടാ. ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ പൊക്കോണേ, വീട്ടിൽ പോണേ.